അപ്പൊ അതാണോ ആചാരലംഘനം, ഈ കഥയാണോ ആചാരലംഘനം? ഇത് പണ്ട് മുതലേ മഹാരാജാക്കന്മാരും പഴയ ആൾക്കാരും ഉണ്ടാക്കി വെച്ച അമ്പലത്തിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പം ഞാൻ മരിച്ചു പോകണമെങ്കിൽ എൻ്റെ ആയുസ് തീർന്നിരിക്കണം. അതിനിപ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്തിരുന്നാലും മതി, ഒരു ഫാൻ പൊട്ടി വീണാലും പോരെ. ഒരു നേരം അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. കോളേജിൽ എല്ലായിടത്തും ഓടി നടന്നിങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. അതിലൊരുപാട് തമാശകളുണ്ട്. കുറേ തമാശ പുറത്ത് പറയാൻ പറ്റും, കുറേ പറയാൻ പറ്റില്ല. മോഹൻലാലിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് കട്ടയ്ക്ക് കട്ട നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചിലർ ഇടാറുണ്ട്. അത് അവരുകൊണ്ടുള്ള സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അടുത്ത 2 ഷോട്ടും തീർത്തിട്ടാണ് ലാൽ റൂമിൽ പോകുന്നത്. റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് വന്ന് ഏസിടുമ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കും, പൊടിവെ വെള്ളം ഒഴുകി അങ്ങനെ നിന്നിട്ടുണ്ട്. പൊകഞ്ഞുപോയി, രോമമൊക്കെ കത്തുന്ന മണം വരും. കുരിശുദ്ധം എന്നുള്ള പടത്തില് ലാല് ഞാനൊക്കെ ഡ്യൂപ്പില്ലാതെ ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവനെ തട്ടിയൊക്കെ തട്ടിയാക്കട്ടെ. ഇപ്പൊ കടലില് മറ്റേ ചാടി കയറുക വെള്ളത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ട് വിജയരാഘവൻ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിനക്ക് നീന്താ അറിയില്ല, നീ എന്ത് ഇങ്ങനെ ചാടി കയറണമെന്ന് ചോദിക്കും. ചിലപ്പോ മരത്തിന്റെ അവിടെ അപ്പുറം കോസ്റ്റ്യൂമർ 2 പേര് അപ്പുറം ഇങ്ങനെ ഒരു മുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും, നമ്മളപ്പുറത്ത് നിന്ന് മാറുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് വേഷം മോശമായി തുടങ്ങിയപ്പോഴത്തേക്ക് മനസ്സിന് ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. കഴിഞ്ഞ ദിവസം മോഹിനിയാട്ടം എന്ന സിനിമ കണ്ടു. ആ സിനിമയിൽ കലാരഞ്ജനിയും സന്തോഷ് നായർ ഒരുമിച്ചുള്ള ഒരു സീൻ കണ്ടപ്പോൾ ഒരുപാട് വർഷക്കാലം പിറകിലേക്ക് പോയി. യുവജനോത്സവം എന്ന സിനിമയിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു അടിപൊളി കോമഡി സീനുണ്ട്. കണ്ടാൽ ഇപ്പോഴും ആർത്ത് ചിരിക്കാൻ പറ്റും. അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. സിനിമ, രാഷ്ട്രീയം, ഒരുപാട് കാര്യങ്ങളോട് സംസാരിക്കാൻ. നമസ്കാരം. നമസ്കാരം. യുവജനോത്സവത്തിന്റെ ഒരു പുതിയ വേർഷൻ പോലെ മോഹിനിയാട്ടത്തിന്റെ ഒരു ചെറിയ സീക്വൻസ് നിങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ ചെറിയൊരു തോന്നിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമല്ലേ അതെ അതെ അത്. 87 എന്തോ ആണ്. അതെ 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 4 പതിറ്റാണ്ടിന് ശേഷം ഒരേ കോമ്പിനേഷൻ. പത്രസമ്മേളനത്തിനൊക്കെ നിങ്ങൾ അടുത്തിരിക്കുമ്പോ എന്റെ മനസ്സിൽ പോയിരുന്നത് ആ സീക്വൻസ് ആയിരുന്നു. ഞങ്ങൾ വേറെയും പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പഴയ ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ ഒക്കെ പടമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന്. പക്ഷെ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇപ്പം മലയാളം കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ. അതെ, മിസ് ചെയ്തിരുന്നോ സിനിമയെ? സിനിമാക്കാർ സന്തോഷേട്ടനെ മിസ് ചെയ്തിരുന്നോ? മിസ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാല് ചിലരിങ്ങനെ FB-ലൊക്കെ ഇവർ ഇടാറുണ്ട്. പൊതുവെ അങ്ങനെ ഇടാറുണ്ട്. അവർ ഇടുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അവർ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് കട്ടയ്ക്ക് കട്ട നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചിലർ ഇടാറുണ്ട്. ഞാൻ പറഞ്ഞ എപ്പോഴും അങ്ങനെ പറ്റുമോ, സാധിക്കുമോ? എപ്പോഴും അങ്ങനെ സാധിച്ചോളണമെന്നില്ല. ഒരേ ടീം തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ചേഞ്ച് ഫീൽ ചെയ്യില്ല. പണ്ട് നസീർ സാറും ഒക്കെ എന്ന് വെച്ചാൽ അന്ന് ആർട്ടിസ്റ്റുകൾ കുറവാണ്. അപ്പോൾ ഒരേ ആർട്ടിസ്റ്റ് തന്നെയാണ് എല്ലാം ചെയ്യണം. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ആവശ്യം പോലെ ഉണ്ട്. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. മറ്റേ എയും ബിയേ ഉള്ളൂ. ഇപ്പം Z വരെ ഉണ്ട് ഓപ്ഷൻ. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യമില്ല. പിന്നെ ഇടയ്ക്ക് കുറച്ച് വേഷം മോശമായി തുടങ്ങിയപ്പോഴത്തേക്ക് മനസ്സിന് ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. വേഷം മോശം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കഥ പറയുന്ന വേഷമായിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ വെളിയിൽ നിന്ന് ഒരു വില്ലൻ വരികയാണെങ്കിൽ നമ്മൾ അവരുടെ കീഴിൽ നിന്ന് ചെയ്യുന്ന പോലെ വരിക. അപ്പോൾ അത് ചെറുപ്പകാലത്തൊക്കെ നമുക്കത് സുഖമായിട്ട് തോന്നും. പക്ഷെ കാശ് കിട്ടുക എന്നുള്ളത് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും നമുക്ക് നമ്മുടേതായിട്ട് ചെയ്യണമെന്നുള്ള തോന്നൽ വരും. അപ്പോഴും ഇതുപോലെ ടൈപ്ഡായിട്ട് വരുമ്പോൾ ഒരു മടുപ്പ് സ്വാഭാവികമായിട്ട് വരും. ഈ ആളുകൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ ദിലീപ് സിനിമകളിലെ സാന്നിധ്യം, പ്രത്യേകിച്ച് റൺവേയിലൊക്കെ. നല്ല വേഷം. ദിലീപുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് സംഭവിക്കണോ അതോ ഉദയകൃഷ്ണ സിബിക്ക് തോമസ് ഇവരായിട്ടുള്ള സൗഹൃദം കൊണ്ട് സംഭവിക്കുന്നതാണ്? അത് അവരുകൊണ്ടുള്ള സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സൗഹൃദം ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാര്യം നല്ല സുഹൃത്തുക്കളാണ് ഞാനും ദിലീപ്. ഇപ്പോൾ ഉദയനാണെങ്കിലും സിബി ആണെങ്കിലും അവൻ്റെ വീട്ടിൽ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വിളിക്കാറുണ്ട്. ഞാൻ സിബിയുടെ അവിടെ പോകാറുണ്ട്. പിന്നെ ജോഷ് ചേട്ടൻ്റെ കൂടെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പടം. അപ്പൊ ആ ഒരു ബന്ധവും അതിലുണ്ട്. ഈ റൺവേയിലെ സീൻസ് ഉണ്ടല്ലോ, അച്ചുവേട്ടനും അച്ചുവേട്ടൻ മറ്റാളും. അപ്പൊ പരമശിവം ഒരു നോട്ടം നോക്കിയാൽ മനസ്സിലാവുന്ന ഒരാളാണ് അച്ചായൻ. ഞാൻ പോയി തീർക്കട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് അത്ര ഒരു മാസ് വെയിറ്റേജ് ആണ് ഫീൽ ചെയ്യുന്നത്. റൺവേ തട്ടിയേക്കട്ടെ അതെ തട്ടിയേക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുക. തട്ടിയാക്കട്ടെ. അപ്പൊ
അത് അങ്ങനെ ഒരു വേഷം റൺവേ ഇറങ്ങിയതിന് ശേഷം കിട്ടിയിരുന്ന ഒരു അപ്രീസിയേഷൻ അതൊക്കെ ഒന്ന് ഇപ്പോൾ ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? നല്ല അപ്രീസിയേഷനാണ് കിട്ടിയിട്ടുള്ളത് റൺവേ. കാരണം എന്ന് വെച്ചാൽ അതുവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും 20-ാം നൂറ്റാണ്ടിലെ ലോറൻസിൻ്റെ കഥാപാത്രം പറയുമായിരുന്നു. കാര്യം സാക്രിഫൈസ് ചെയ്യുന്ന കഥാപാത്രം, വെറുതെ തോക്കും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലാപ്സ് വരുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അതൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ വന്നൊരു ഇങ്ങനെ പേര് കിട്ടുന്നൊരു സാധനം എന്ന് പറയുന്നത് അതായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആ സമയത്ത് തന്നെ ഏകദേശം വന്നതാണ് ചന്ദ്രോത്സവം. നല്ല വേഷമായിരുന്നു അത്. അതെ 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 അതെ. തിയേറ്ററിൽ അധികം ഓടിയില്ല, പക്ഷേ ടി വിയിൽ വരുമ്പോൾ ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലാലേട്ടന്റെ ഗാങ്ങിലെ പ്രധാനിയാണല്ലോ. എന്ന് വെച്ചാൽ സമപ്രായം, അതെ, സമകാലീനർ. മറ്റവരൊക്കെ മൂത്തതാണ് കൂടെ ഉള്ളത്. ശ്രീ മോഹൻലാലുമായിട്ട് മാത്രം സ്ക്രീനിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു അടുപ്പവും അല്ലെങ്കിൽ വല്ലാത്തൊരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഫീൽ ചെയ്യും. ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നമ്മൾ ഡയലോഗ്സ് പോലും ഒന്നും ഇല്ല, ഇല്ല, നിങ്ങൾ അതിന്റെ ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യാമെന്നൊരു തോന്നൽ വരില്ല. ഓക്കെ മോഹൻലാല് ഞാൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരുമിച്ച് മീൻസ് MG ആ കോളേജിൽ. ലാൽ ഒരേ കാലഘട്ടത്തിൽ ലാല് കോമേഴ്സ് ആയിരുന്നു, ഞാൻ മാത്സ് ആയിരുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് മുതലേ അറിയാം. അന്ന് പാർട്ടി കളിച്ച് നടക്കുന്ന കാലത്തെ അറിയാം. കോളേജിലെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ്. ഞാൻ എഡിറ്ററൊക്കെ ആയിരുന്നു അവിടെ, Magazine editor. എഡിറ്ററൊക്കെ ആയിരുന്നു. ഒരു തവണ ത്യാഗരാജ മാസ്റ്ററുടെ ഒരു മെമ്മറിയർ വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അതായത് സാറ് അദ്ദേഹത്തിന് കുറച്ച് അഭ്യാസമുറകളൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ത്യാഗരാജ മാസ്റ്റർ പറഞ്ഞു ഇത് വേറൊരാൾ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ആ സംഭവം എന്ന് പറയാം. അത് വാഷ് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുക, മാസ്റ്ററെ പോയിട്ട് തോണ്ടി കളിപ്പിക്കുക, കിക്കിളാക്കുക, ഇങ്ങനത്തെ ചില പരിപാടികളുണ്ട്. ആ അപ്പോൾ കാരണം നീയും MG കോളേജിൽ തന്നെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആമാ, ഇല്ല, ഒരാൾ ഏക്കനവേ വന്ന് ഇതെല്ലാം കാമിച്ചാച്ചൻ. അപ്പോൾ ലാല്, അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പോൾ ഏകദേശം സ്വഭാവം വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. ഈ തിരുനോട്ടം എന്നുള്ളൊരു പരിപാടിയിൽ സാർ പറയുന്നൊരു വാചകമുണ്ട്, ഇന്ന് നിങ്ങൾ കാണുന്ന മോഹൻലാൽ അല്ല, അതിനേക്കാൾ ഇരട്ടി കുസൃതിക്കാരനായ ഒരു മോഹൻലാൽ ഉണ്ടായിരുന്നു കോളേജിൽ. അതിന് ചെറിയൊരു പതിപ്പ് മാത്രമാണ് നിങ്ങൾ അത്രേ ഉള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു ലാല്. ഒരു നേരം അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. കോളേജിൽ എല്ലായിടത്തും ഓടി നടന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. അതിലൊരുപാട് തമാശകളുണ്ട്. കുറേ തമാശ പുറത്ത് പറയാൻ പറ്റും, കുറേ പറയാൻ പറ്റില്ല. കോളേജ് ലൈഫിൽ പലതും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് പറയാൻ പറ്റണമല്ല. കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പിന്നെ അന്ന് ഞങ്ങൾക്കൊക്കെ കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ ക്യാമറാസോ ഫോണിൽ ക്യാമറ ഇതൊന്നും ഇല്ല. പ്രൈവസി ഉണ്ടായിരുന്നു ഒരുപാട്. ഒന്നിനും തെളിവില്ല. പ്രൈവസി ഉണ്ടായിരുന്നു, സ്വകാര്യതയുണ്ട്. അത് ഉണ്ട്. ഇപ്പം അതില്ല. അന്ന് MG കോളേജ് പഠിക്കുകയാണെങ്കിൽ മറ്റേ അവിടുത്തെ തെങ്ങിലെ മുഴുവൻ കരുക്കുകളും കുടിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, സ്റ്റുഡൻസ് തന്നെ. പിന്നെ അവസാനം ഒരു ഫൈനും കൂടെ കൊടുക്കും, ഹോൾ ടിക്കറ്റ് കിട്ടാനായി. കാര്യം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഒരു കുട്ടികളും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ കാലഘട്ടം മാറിപ്പോയി, അവർക്കത് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ ഈ യുവജനോത്സവത്തിൽ കരിക്കിട്ട് കുടിക്കുന്ന, കരിക്ക് മോഷ്ടിക്കുന്നത് റിയൽ ലൈഫ് റിയൽ ലൈഫിൽ MG കോളേജിലൊക്കെ ചെയ്തിരുന്നത് തന്നെയാണ്. ആ സമയത്ത് വലിയൊരു അപകടവും പറ്റേണ്ടതായിരുന്നു അല്ലേ? അത് മറ്റേ ഒരു ഏണി ഒടിഞ്ഞു പോകുന്ന ഒരു ഏണി ഒടിഞ്ഞു പോയി. ഈ സാധാരണ തെങ്ങിൽ പച്ച ചാരിയപ്പോ. പിന്നെ പച്ച മടലിൽ ഇങ്ങനെ തൂങ്ങിക്കാണും. പക്ഷെ ലാൽ അതിനെ ഇങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് അതിൽ ഇറങ്ങണ്ട, ചവിട്ടി അതിലേ പോരാൻ പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അതൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഒരു രീതിയിൽ ത്രണ്ടലൊടിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ പിന്നെ മുകളിൽ നിന്ന് വീണ ഒടിഞ്ഞു പോകും, സ്വാഭാവികമാണ്. 2 ഏണി കെട്ടി വെച്ചിട്ടാണ് അതിന്റെ മുകളിൽ കയറി. ഇച്ചിരി ഹൈറ്റ് കൂടുതലായിരുന്നു തെങ്ങിന്. അതുകൊണ്ട് മെർലൻ സ്റ്റുഡിയോയുടെ ബാക്കിലെ തെങ്ങാണത്. ബാക്കിൽ കുറെ തെങ്ങും തോപ്പുണ്ട്, അവിടെയാണത്. ഇപ്പൊ ഇവിടുന്ന് പടികൾ കയറി വരുമ്പോ പോലും സന്തോഷം കാലിനൊരു ചെറിയ ഇല്ല, വേദനയുണ്ട്. അത് പണ്ട് ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ എന്നൊരു പടം, അത് 83-ൽ സംഭവിച്ചതാണ്. അവിടെ വെച്ചൊരു ഫൈറ്റിൻ്റെ ഇടയിൽ വീണപ്പോഴത്തേക്കൊന്ന് സ്ലിപ്പായതാണ്. അത് അന്ന് അവിടെ ഒരാൾ സെറ്റാക്കി തന്ന അത് അതുപോലെ ഇരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു 2-3 വർഷത്തിന് മുമ്പ് അതൊന്ന് വീണ്ടും ഒന്ന് ഷേക്കായി ഇളകി. അപ്പോൾ അതിന് ശേഷം ചെറിയൊരു ഇത് വരും. പക്ഷേ ഇപ്പോഴും ഇത്രയും കൊല്ലം ഇത് വെച്ച് തന്നെയാണ് ചെയ്തത്, ഇനി ഇത് വെച്ച് തന്നെയാണ് ചെയ്യാൻ പോണത്. ഓടണമെന്ന് പറഞ്ഞാൽ ഓടാൻ ഒക്കില്ല എന്ന് പറയില്ല, ഓടും. ചാടണമെന്ന് പറഞ്ഞാൽ ചാടും. ഇളകിയാൽ നമ്മൾ പിന്നെയും പിടിച്ചിടും, അത്രയല്ലേ ഉള്ളൂ. ഞാനേ ഇപ്പൊ 2 കാര്യങ്ങളാണ്. ഒന്ന് 80s-ലെ ആക്ടേഴ്സ് അല്ല അധികവും ഞാൻ കാണാത്തൊരു കാര്യം എന്താ വെച്ചാൽ അവർ കംപ്ലൈന്റ് ചെയ്യുന്നേ ഇല്ല. അതായത് അവർക്ക് ശരീരത്തിനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇല്ല, അത് വേദന, അത് കംപ്ലൈന്റ് ചെയ്യുന്നില്ല. 1. 2, ഇപ്പോൾ സിനിമ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി അല്ലെങ്കിൽ സിനിമ കൊണ്ട് അവർക്കൊരു ദോഷം പറ്റിയാൽ അതിനെ പറ്റിയിട്ടും അവർ ഒരിക്കലും കംപ്ലൈന്റ് ഇല്ല, ചെയ്തില്ല. ഈ ക്വാളിറ്റി ആ 80s-ലെ ബാച്ചിന് മുഴുവനും ഉണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ട്.
എല്ലാവർക്കും അതുണ്ട്. കാരണം നമ്മൾ ഒരിക്കൽ കൈ വെറുതെ ഒക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അയ്യോ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അയ്യോ എന്ന് വിളിക്കാം, നമുക്ക് മുറിയിൽ പോയിരുന്ന് വിളിക്കാം. നമ്മളെ വിളിക്കുന്നു, എനിക്ക് ഇത്ര രൂപ വേണമെന്ന് പറയുന്നു, അവരത് തരാൻ സമ്മതിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന പ്രോഡക്റ്റ് അതിൻ്റെ എന്നിൽ നിന്ന് അവർക്ക് എന്താണ് വേണ്ടത്? അത് ഞാൻ കൊടുക്കേണ്ട, ഞാൻ ഒരു എൻ്റെ ഒരു എന്താ പറയുക ചുമതലയാണ് അവർക്കത് കൊടുക്കുക എന്നുള്ളത്. അവർ ആവശ്യപ്പെടുന്ന സാധനം. ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളത്തിൽ ചാടണം, ചാടും. പണ്ട് സൈന്യം ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. എന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കയ്യും കാലും ഒക്കെ പ്രശ്നമുണ്ട്. അപ്പം അന്ന് ഹാജ ഇങ്ങനെ വന്നിട്ട് ചാടാൻ വന്നിട്ട് അയ്യോ ഇവിടെ എങ്ങനെ ചാടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ജോഷേട്ടൻ പറഞ്ഞ് ചാടുന്നവരെ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ കയ്യിൽ തോക്ക് ഇതൊക്കെ ഉണ്ട്, വേറൊരാളെയും കൊണ്ട് വേണം വെള്ളത്തിൽ പോകാൻ. ഇവിടെ ഇത് ആ ഷോട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ ചെയ്തുകൂടെ, ചെയ്യാം. ഷോട്ട് എടുത്തു. എന്നിട്ട് ഹാജയുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്തോ കാണിക്കുന്നത്? ചോദിച്ചെന്ത്? ഞാൻ പറഞ്ഞു വെള്ളത്തിലല്ലേ വീഴണം, അതിനിപ്പോൾ എന്താ പ്രശ്നം? പാറയുടെ പുറത്തല്ലല്ലോ, പറയുടെ പുറത്താണെങ്കിലും ചാട് തന്നെ. ചാട് തന്നെ. ഇപ്പം കടലിൽ മറ്റേ ചാടി കയറുക വെള്ളത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ട് വിജയരാഘവൻ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എടാ നിനക്ക് നീന്താൻ അറിയില്ല, നീ എന്താ ഇങ്ങനെ ചാടി കയറണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ വെള്ളത്തിൽ വീണ പിന്നെ എടുത്ത് വെളിയിടൂല്ലേ, പിന്നെന്താന്ന് ചോദിച്ചു. പക്ഷെ ഈ ഇപ്പം എടുക്കുന്ന ഞാൻ മരിച്ചു പോകണമെങ്കിൽ എൻ്റെ ആയുസ് തീർന്നിരിക്കണം. അതിനിപ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്ത് ഇരുന്നാലും മതി, ഒരു ഫാൻ പൊട്ടി വീണാലും പോരെ, സമയം അവസാനിക്കണമെങ്കിൽ അതായാലും പോരെ. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയാലും ഇപ്പം എന്താ പ്രശ്നം? കുറച്ച് ക്രേസി ആണല്ലേ? ക്രേസി അല്ല, കാരണം നോ എന്നൊരു കാര്യം ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സാധനം ഒരാൾ വന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ നോ എന്ന് പറയാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു കൊടുക്കും. മാക്സിമം ചെയ്തു കൊടുക്കും എന്താണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത്. അത് ഞാൻ നോ എന്ന് പറയില്ല. അതുകൊണ്ടാണ് ഇന്ന ചെയ്തുകൂടെ, ചെയ്യാം. ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ ഈ കാലിനുള്ള ഈ വേദന ഇനി ലൈഫ് ലോങ് ഉണ്ടാവില്ല. ഇപ്പൊ ആ നിമിഷത്തെ പഴിക്കോ? ആ നിമിഷത്തെ ഞാൻ പഴിച്ചിട്ട് എന്താ കാര്യം? അതൊക്കെ കൊണ്ടല്ലേ ഞാൻ ഇത്രയും പടങ്ങൾ വർക്ക് ചെയ്ത് ഇവിടെ എത്തിയത്. ഇപ്പം നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ആ വേദനയ്ക്ക് ഒരു സുഖമുണ്ട്. ആ പിന്നെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് നാട്ടുകാർ പറയും. കാര്യം ഇവർ AC റൂമിലാണ്, ഈ മറ്റേ 10 ലക്ഷം 20 ലക്ഷത്തിൻ്റെ വണ്ടി എല്ലാവരും പറയും. പക്ഷെ നമ്മൾ നിന്ന് ചെയ്യുന്നത് ഒരു ദിവസം കാണാൻ വരെ എൻ്റെ സുഹൃത്തുക്കൾ പോലും ലൊക്കേഷനിൽ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ ഇന്ന് വരെ. കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്യാം എന്നിട്ട് അവർ പൊക്കളയും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇതിങ്ങനെ പല പ്രാവശ്യം എടുക്കുന്നത് ഇതൊന്നും അവർക്ക് ഡൈജസ്റ്റ് ചെയ്യില്ല. നമ്മൾ പടി കയറുന്നു, തിരിച്ചു വരും, വീണ്ടും പോകുന്നു, വരും. അപ്പോൾ ഈ ഒരു സാധനം അവർക്ക് ഡൈജസ്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മളത് എൻജോയ് ചെയ്യാണ് ചെയ്യുക. ഒരു ടേക്ക് കൂടെ. ഇപ്പോൾ ഫൈറ്റിലാണെങ്കിൽ എത്ര 5 പ്രാവശ്യം 10 പ്രാവശ്യം ചിലപ്പോൾ വീഴേണ്ടി വരും. ഇന്നാണെങ്കിൽ നമ്മൾ വീഴുന്നു, അപ്പുറത്ത് ഒരാൾ ഫ്രെയിമിലുണ്ടെങ്കിൽ എറേസ് ചെയ്ത് കളയാമെന്ന് പറയും. അന്ന് അങ്ങനെയല്ല പറയണം, റീടേക്കേ ഉള്ളൂ. അതുപോലെ ലാല് ഞാനൊക്കെ ഡ്യൂപ്പില്ലാതെ ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കുരിശ് യുദ്ധം എന്നുള്ള പടത്തിൽ ഡ്യൂപ്പില്ലാതെ ഞാനും ലാലും ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ. അപ്പൊ ഈ ഗ്ലാസിന് ചെറിയ ചെറിയ ചീടുകളൊക്കെ കേറില്ലേ? അങ്ങനെ കയറില്ല അത്. പക്ഷെ നമ്മുടെ അതായത് ഇത് ചാടുമ്പോൾ മാസ്റ്ററും കൂടെ അടിക്കുക, അല്ലാതെ ബ്രേക്ക് ആവില്ല. അത് ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവും അതിന്, അല്ലാതെ ബ്രേക്ക് ആവില്ല. ഈ ഷുഗർ ഗ്ലാസ് അല്ലേ ഇത്. ഇന്നിപ്പോ അത് വാക്സ് ആയല്ലേ? നമ്മൾ വീണ് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കിടക്കുള്ളൂ ഷോട്ട് കട്ട് ചെയ്യണവർ. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ വന്ന് ഡ്രസ്സൊക്കെ തന്നെ ഊരി വെള്ളമൊക്കെ ഒഴിച്ചത് കളയും. ഇല്ലെങ്കിൽ ആ പൊടിയൊക്കെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മുറിയും. വെള്ളം ഒഴിച്ച് കളഞ്ഞ് വീണ്ടും ഡ്രസ്സ് ചെയ്ത് അടുത്ത ഷോട്ടിലേക്ക്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ക്രിസ്റ്റൽ ഇതൊക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ടൊക്കെ മാറി ശരി. ലാൽ സാറും കൂടി മറ്റേ ഒരു അടിമപ്പടത്തില് അടിമയിൽ രണ്ടുപേരും അടിക്കുന്നത് റിയൽ വടികളാണല്ലേ? അതെ. അപ്പൊ അടിമേത്ത് കൊണ്ടിട്ടില്ലേ? അടി അങ്ങനെ മേത്ത് കൊണ്ടിട്ടില്ല, എന്നാലും കയ്യിലൊക്കെ നമുക്കത് കൊള്ളും. പക്ഷെ അത് ആ വടിത്തല്ലെടുത്ത് എനിക്ക് തോന്നുന്നു അത് സിംഗിൾ ഷോട്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാര്യം ലാസ്റ്റ് ഫിലിമാണ്. 300 അടിയെങ്ങാണ്ടേ ഉള്ളൂ, 200-300 അടിയേ ബാക്കിയേ ഉള്ളൂ. പക്ഷേ 200 അടി 250-250 അടി ഫൈറ്റ് വേണം. അപ്പം മാസ്റ്റർ തന്നെയാണ് സൈഡിൽ നിന്നിട്ട് ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞ ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യുക. അപ്പം ഷോട്ട് അടിച്ച് അങ്ങനെ പോകുമായിരുന്നത്. ഇല്ലെങ്കിൽ ഫിലിം തീർന്നു കഴിഞ്ഞാൽ ഇല്ല. ലാസ്റ്റ് ഡേ ഞങ്ങൾ ഈവനിങ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു ബാംഗ്ലൂരിൽ നിന്ന് വരാനായിട്ട് ചെന്നൈക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന്. ഈ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്കുള്ള ട്രാൻസിഷൻ വന്നപ്പോൾ കുറേ ആൾക്കാർ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും മൊത്തത്തിൽ ഡിസിപ്ലിൻ കുറച്ച് കുറഞ്ഞു. അതായത് എത്ര കുറേ വേണമെങ്കിൽ എടുക്കാമല്ലോ, കുറേ എടുത്തു കൂട്ടാം, അങ്ങനത്തെ ഒരു ചിന്ത വന്നു. ഒന്ന്. 2, ആർട്ടിസ്റ്റുകളുടെ ഡെഡിക്കേഷനും അല്ലാതെ കുറഞ്ഞു. അതായത് ഇപ്പോൾ വിഷ്ണു ലോകത്തിലെ പടം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു കത്തുന്ന ടയർ
എടുത്തിട്ടുള്ള അഭ്യാസം കാണിക്കുന്നത് ശ്രീ മോഹൻലാൽ തന്നെയാണ്. ആണ്. അത് അദ്ദേഹത്തിന് ടൈറ്റായി പോയി. ലാലിന്റെ ഫ്രെയിം വലുതല്ലേ. ആ സാധാരണ ഇത് വെളിയിൽ കാണിക്കുന്നത് മറ്റേ തിരി പോലത്തെ പിള്ളേരായിരിക്കും. ആ ഇത് ജാമായി പോയി. എന്നിട്ട് അതിങ്ങനെ പുകഞ്ഞു പോയത്. അതാണ് വെള്ളം കോരിയൊക്കെ പിന്നെ പുറത്തൊഴിച്ചോണ്ട് വന്നത്. തോർത്തിൽ വെള്ളം മുക്കിയിട്ട് പുറത്തിങ്ങനെ തട്ടുക അപ്പൊ അങ്ങനെയൊക്കെ. അവിടെ ഉണ്ടല്ലേ? ഏ അപ്പൊ അവിടെ ഉണ്ട്, സാർ അവിടെ ഉണ്ടല്ലേ? ഞാനുണ്ട്, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കില്ലേ ഇത്. ഞാനും മണിയമ്പിള്ള രാജു ഉണ്ടല്ലോ. അപ്പം ഞങ്ങളൊക്കെ പിന്നെ പോയിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ്. നല്ല പോലെ പുകയുണ്ട്. അതിൽ റൂമിൽ പോകണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല, അതിന് 2 ഷോട്ടല്ലേ, അത് തീർത്തിട്ട് പോകാം, ഇങ്ങനെ പറയുള്ളൂ. അടുത്ത 2 ഷോട്ടും തീർത്തിട്ടാണ് ലാൽ റൂമിൽ പോകുന്നത്. റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് വന്ന് ഏസിഡ് മുമ്പ് ഇങ്ങനെ വന്ന് നിൽക്കും, പൊടി വെള്ളം ഒഴിക്കും, അങ്ങനെ നിന്നിട്ടുണ്ട്. പുകഞ്ഞു പോയി, രോമമൊക്കെ കത്തുന്ന മണം വരും. എന്നാലും ഹീൽ ഡു ഇറ്റ്, നോ റീൽ. ശരിക്കും ചോരയും നീരിലും കെട്ടിപ്പടുത്ത സിനിമയായിരുന്നു അല്ലേ അന്ന്? പിന്നെ എന്നാ പക്ഷെ അതൊരു നമുക്കെന്ന് പക്ഷെ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഇപ്പം മോഹിനിയാട്ടത്തിന് ഉം. ഞാൻ പറഞ്ഞു, ഞാൻ പോകുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം ഈ ന്യൂജൻ എങ്ങനെയാണ് എന്നുള്ളൊരു ഉം. സംഭവം. പഴയ സിനിമയെക്കുറിച്ചാണല്ലോ എപ്പോഴും നമ്മൾ പുകഴ്ത്തി പറയാറ്. അവിടെ എല്ലാവരും ഒരുമിച്ചാണ്, കെട്ടുറപ്പുണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സുഖം തോന്നി എനിക്ക്. ഉം. പഴയതിനേക്കാളിലും കെട്ടുറപ്പ് ഇതിനാണോ എന്നൊരു സംശയം തോന്നി ഇപ്പോൾ. എന്നുവെച്ചാൽ ഓക്കെ. എല്ലാം പിള്ളേരല്ലേ, വളരെ ഫ്രീ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റലിൽ വന്നുകൊണ്ടല്ല. അത് ആ. അന്നെന്ന് പറയുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സാധനമുണ്ട്. നമ്മളടുത്ത് ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വിളിച്ചു പറയും, ഉം. ഒരടി 120 രൂപയാണ് ഫിലിമിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഷോട്ട് ഒരു ടേക്ക് പോലെ കളയരുതെന്ന് പറയും. അപ്പോൾ നമ്മൾ ഡയലോഗ് പറയാൻ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻസ്ഡ് മൂഡ് വരും, ഒരു ബലം പിടുത്തം. ഉം, 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 ഉം. അത് അന്ന് എല്ലാവർക്കും കുറെ ബലം ആ, പിടുത്തം. ഫിലിം അടിക്കുന്ന ശബ്ദം കേട്ടാൽ അതുകൊണ്ട് ഫിലിം അടിക്കുന്ന ശബ്ദം മാത്രമല്ല, ക്ലാപ്പ് ഇല്ലേ, ആ സീൻ 3 മറ്റേ ഷോട്ട് നമ്പർ 2 ടേക്ക് 1 ടിൻ, ഒരു അടിയും കൂടെ അടിക്കുമ്പോഴത്തേക്കും ഒരു ഇത് കൂടെ വരും. അപ്പോൾ അന്നത്തെ അതിൽ നിന്ന് വന്ന് ഇപ്പം ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ആ അതിൻ്റെതായ ഷോട്ടിൽ കാണാനും ഉണ്ടാവും, ആ ഈസിനെസ് ഫ്രീ. ഈസിനെസ് അതിലുണ്ട്. ഓക്കെ. മറ്റേ ഇല്ല, മറ്റേ നമുക്കൊരു ബലം പിടുത്തം വരും, സ്വാഭാവികമാണ്. കഴിഞ്ഞാൽ റിഹേഴ്സലിന് ടൈമില്ല, നമ്മൾ ചെല്ലും. പിന്നെ ഈ ഹീറോസിനൊക്കെ ഓഫ്കോഴ്സ് അവർക്ക് ചിലപ്പോൾ ഒരു 2-3 വർഷം ഈ കഥ അറിയാമായിരിക്കും. അത് പൊളിച്ചെഴുതി വായിച്ച് തറവായിട്ടാണ് ഇവർ വരുന്നത്. ഇപ്പോൾ വില്ലനൊക്കെ ചെയ്യുന്നത്, ഇപ്പം ഞാൻ എന്നെ പോലെ വില്ലൻ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാം, നമുക്കൊരു 4 ദിവസം ഉണ്ട് ഇല്ല വില്ലനാണേ മറ്റേ ഓക്കെ, നമ്മൾ അവിടെ ചെന്ന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടറോ അസോസിയേറ്റോ വന്നിട്ട് ഈ സാധനം പറഞ്ഞു തരുന്നത്. ഇതാണ് ഡയലോഗായിട്ട് ഇപ്പോൾ എടുക്കാൻ പോണ സീൻ ഇതാണ്. ആദ്യമൊക്കെ നമ്മൾ ചോദിക്കും, അപ്പോൾ സീനാണോ, ഓക്കെ, അവിടെ ചെന്ന് നമ്മൾ തോന്നുന്ന പോലെ പറയുകയാണ്. ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചോദിച്ചു തുടങ്ങി, ഈ സീനിന് മുന്നേ ഉള്ള സീൻ ഏതാണ്, ഇത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ചോദിച്ചു തുടങ്ങി. അല്ലാതെ നമുക്കന്ന് ഈ സ്ക്രിപ്റ്റ് ഒന്നും നേരത്തെ കൊണ്ട് തരുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ അതുണ്ട്. മോഹിനിയാട്ടത്തിന് സ്ക്രിപ്റ്റ് കിട്ടിയോ? പിന്നെ അവർ സ്ക്രിപ്റ്റ് തരുന്നുണ്ടല്ലോ, ഓ ഓ എല്ലാവർക്കും കോപ്പി കൊടുക്കല്ലേ, സീൻ കോപ്പി, ഇല്ലെങ്കിൽ ഫോണിൽ അയക്കും, നെക്സ്റ്റ് ഡേ ഉള്ളത് അയക്കുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആവണം എന്നില്ല നമ്മൾ എടുക്കുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോൾ Improvisations ഉണ്ടാവും. മാറും കുറേ. എന്നാലും നമുക്കൊരു ഒരു ചെറിയൊരു എന്താ പറയുക, തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം അതിലുണ്ടാവും. പിന്നെ അവിടെ വരുമ്പോഴത്തേക്ക് കുറെ കൂടെ ഫ്രീ ആയിരിക്കും, ചില വാക്കുകൾ മാത്രമേ മാറുണ്ടാവുള്ളൂ. പിന്നെ ഒരു ഹോംവർക്ക് പോലെ ഉണ്ടായിരുന്നു. ആ സീനിലുള്ളവരെല്ലാം കൂടെ ഒരു ക്യാബിൻ്റെ ഉള്ളിൽ കയറുക, കാരവനിൽ, അവിടെ ഇരുന്നിട്ട് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അസോസിയേറ്റും എല്ലാ ആർട്ടിസ്റ്റും കൂടെ ഇരുന്നിട്ട് ഈ ഡയലോഗ് മുഴുവൻ പറഞ്ഞു നോക്കുക. ഒരു 2-3 പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ തറവായി. ഓക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് പറയാം, മറ്റേതല്ല, ഷോട്ട് ബൈ ഷോട്ട് പറയുക. അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പറയാൻ പറ്റില്ല. ഇപ്പം മറ്റേ ഇത് പോയി എന്ന് പറയാൻ പറ്റില്ല. ഒരു മോണിറ്ററിൽ നമ്മൾ കാണുന്നതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നുകൂടെ എടുത്താലോ അത് നമ്മൾ ചോദിക്കും, സ്വാഭാവിക. അതൊക്കെയാണ് ടൈം കൺസ്യൂമിങ് ആയിട്ട് വരുന്നത്. ഈ മോഹിനിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണർ, ഒരു പ്രത്യേക തരം തമാശ. അതെ, ആ തമാശക്കകത്ത് ഒരു ക്രൂരതയുണ്ട്. ഉണ്ട്. എന്നിട്ടും അത് ആസ്വദിച്ച ആളുകൾ കാണുന്നു, ഉണ്ട്. കുടുംബത്തോടുകൂടി ആളുകൾ കാണുന്നു. ശരിക്കും മലയാളിയുടെ കാഴ്ചാശീലങ്ങൾ മാറി, സിനിമ രീതികൾ മാറി, സിനിമ മൊത്തത്തിൽ മാറി. ഇത് പ്രതീക്ഷ വെക്കാവുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പ്രതീക്ഷ വയ്ക്കാവുന്ന സ്ഥാനത്തേക്ക് തന്നെയാണ് പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾ ഇപ്പോൾ അതിലൊരു ക്രൈം ഉണ്ടെങ്കിലും അവരതിനെ ഒരു തമാശയായിട്ടാണ് എടുത്തിട്ടുള്ള. എല്ലാവരും കണ്ടിട്ട് ചിരിച്ച് മണ്ണ് തപ്പി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ എഴുതിയിരിക്കണം. ഇന്നലെ കാലിക്കട്ടിൽ നിന്നൊക്കെ വന്ന റിപ്പോർട്ട്സ് ഉണ്ട് ഇതിൽ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ അയച്ചിട്ടുള്ളത്. അപ്പം ഞാനെങ്ങനെ സൈജുവിനെ കേൾപ്പിച്ചു കൊടുത്തു, സൈജു കുറുപ്പിന്. അപ്പോൾ അവർ എൻജോയ് ചെയ്യാണ്. ഇപ്പം സ്ത്രീകളാണെങ്കിൽ തന്നെ അവർ എൻജോയ് ചെയ്യുക. മറ്റേ ശരി, ചെറുപ്പക്കാർ എൻജോയ് ചെയ്തു, ഓക്കെ. ഇതല്ല, ഇത് ഏജ് ഉള്ളവർ തന്നെയാണ് കണ്ടിട്ട് പറഞ്ഞാൽ ചിരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പം അവരുടെ എല്ലാം മാറിയോ എന്നുള്ളതല്ല, ഒരു ചേഞ്ച് എന്നൊരു സാധനം എല്ലാവരും ഇഷ്ടപ്പെടുന്നു.
എപ്പോഴും നമുക്കൊരു ചേഞ്ച് വേണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ചേഞ്ച് എന്താണ്, അതിനോടാണ് നമുക്ക് താല്പര്യം കൂടുതൽ വരിക. അപ്പോൾ ഇത് ആദ്യമായിട്ട് വന്നൊരു സംഗതി ആയതുകൊണ്ട് കയറി പിടിച്ചതാണ്. പിന്നെ ആദ്യത്തെ പാർട്ട് എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം മേനോൻ്റെ ഇസബെല്ല പോയിട്ടുണ്ടായിരുന്നില്ല. ടി വിയിൽ വന്നപ്പോൾ എന്തെങ്കിലും കാണാൻ തുടങ്ങി. സിബി മലയിൽ മോഹൻലാലിൻ്റെ ദശരഥ, അതും റിലീസായപ്പോൾ ഓടിയില്ല. എന്ന് വെച്ചാൽ ആ പടങ്ങളൊക്കെ പലപ്പോഴും ഈ ഒരു 4-5 വർഷം മുന്നേ ഓടുക കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന പടങ്ങളാണ് പെട്ടെന്ന് നിൽക്കാതെ പോണത്. ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സും അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ പടങ്ങൾ വിജയിക്കും. പണ്ടത്തെ ഒരു 80s 90s തുടർച്ചയായി സിനിമകൾ ചെയ്തിരുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ പലപ്പോഴും ആളുകൾ പറയായിരുന്നു ഇങ്ങനെ കാരവാനിലൊന്നും പോവാതെ എല്ലാവരും ഒരു മുറിയിൽ, അന്ന് കാരവൻ ഇല്ല. കാരവാൻ ഇല്ല, അന്ന് കാരവാൻ കൾച്ചർ ഇല്ല. എല്ലാവരും ഒരു മുറിയിൽ, അല്ലെങ്കിൽ വസ്ത്രം മാറുന്നത് പോലും ലൊക്കേഷൻ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും. ചിലപ്പോ മരത്തിന്റെ അവിടെ അപ്പുറം ഇപ്പുറം കോസ്റ്റ്യൂമർ രണ്ടുപേരും അപ്പുറം ഇങ്ങനെ ഒരു മുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും, നമ്മളപ്പുറത്ത് നിന്ന് മാറുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കുറെ സൗകര്യങ്ങൾ കൂടി, പക്ഷെ ഇന്ന് അത്ര സൗഹൃദങ്ങളില്ല എന്ന് പറയുന്ന ഒരു കംപ്ലൈൻസ് കേൾക്കാറുണ്ട്. അതിനെത്രമാത്രം സത്യമുണ്ട്? സൗഹൃദമില്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനിലെ ഉള്ളവരിൽ അവർ തമ്മിൽ സൗഹൃദമുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ സൗഹൃദം ഇല്ല ഇന്നത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ആൾക്കാരല്ല പറയുന്നത്. പണ്ട് ഇതായിരുന്നു എന്ന് ഇന്നത്തെ ആൾക്കാരല്ല പറയുന്നത്. പണ്ടുള്ള ഞങ്ങളെ പോലെയുള്ളവരാ പറയണേ. അന്ന് ഞങ്ങൾക്ക് സൗഹൃദം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ പുതിയ വന്നൊരു കുട്ടിയുടെ അടുത്ത് എനിക്ക് സൗഹൃദം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞില്ല അർത്ഥം എന്താ? ഒരു കുട്ടിയുടെ അടുത്ത് പറയുന്നതിൽ ഒരിക്കലും ഇല്ല. അപ്പം അതിൽ അവർക്ക് അവരുടേതായിട്ട് സൗഹൃദമുണ്ട്. പഴയ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ ജനറേഷനെ തമ്മിൽ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും സുഖമായിട്ട് വർക്ക് ചെയ്ത സെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലെന്ന് ഞാൻ പറയേണ്ടി വരും എന്ന് പറഞ്ഞു. ഇത്ര ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ സൗകര്യത്തിന്. ഈ മോഹിനിയാട്ടത്തിലെ ആ ഒരു ടൈപ്പ് ഓഫ് തമാശ കൃഷ്ണദാസ് മുരളി എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഇത് ആളുകൾക്ക് ശരിയുണ്ടാക്കും എന്നുള്ളതൊക്കെ. ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് തോന്നും. നമ്മളൊരു ആർട്ടിസ്റ്റിന്റെ ഇതിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയലോഗ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരെണ്ണം നമ്മൾ വിട്ടാൽ മതി. കാരണം നമുക്ക് പകരം അസോസിയേറ്റ് അത് പറയുമല്ലോ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് അത് ശരി, അപ്പോൾ ഇതിനൊരു ചെറിയൊരു സാധനം ഉണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണമെങ്കിൽ മാറ്റാം, നമുക്ക് ചോദിക്കാം. ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പറയാനില്ല എല്ലാം നിന്റെ വിചാരം എല്ലാം നിന്റെ കച്ചത്തൂടെയാണ് പോകണം. അത് ഡബ് ചെയ്തപ്പോൾ വന്നതാണ്. ഇട്ടത് കൃഷ്ണദാസ് പറഞ്ഞത് ഇട്ടോളാൻ പറഞ്ഞു, എൻ്റെ കച്ചത്തിൽ കൂടെ ഇരുന്ന് എന്ന് വെച്ചാൽ ആക്കുക എന്നുള്ളൊരു ലൈനല്ലേ ഉള്ളൂ അവിടെ. ഇപ്പം മോഹിനിയാട്ടത്തിന്റെ സിനിമയിലത്തെ വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ അമ്പലവുമായി ബന്ധപ്പെട്ടും അമ്പലത്തിന്റെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ചൊക്കെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആളുകൾ, അതിനകത്ത് പറഞ്ഞല്ലേ സത്യമല്ലാത്ത കുറച്ച് ഉഡായിപ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയൽ ലൈഫിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സന്തോഷേട്ടൻ വലിയ വിശ്വാസിയും അമ്പലങ്ങളോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു പേടിയോ ഒരു അകൽച്ചയോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? തോന്നിയില്ല. ഞാനൊരു പടം ചെയ്യുകയാണ്, അതൊരു കഥയുടെ ഭാഗമാണെന്നേ തോന്നിയുള്ളൂ. ഓക്കെ. പിന്നെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇതുപോലെ വെളിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് പിടിക്കണമെങ്കിൽ പിടിക്കാൻ ഒരു അവസരവും കൂടെ ഉണ്ടാവില്ലേ. ഞാനത് നല്ല രീതിയിലാണ് എടുത്തത്. ഇപ്പം ഞങ്ങളിത് പറയുന്നുണ്ട്, കൈക്കൂലി വാങ്ങിച്ചത് ഇടാനാണ്, ഇതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം വെളിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച അമ്പലമാണ്, അതിൽ നിന്നാണ് നമ്മൾ എടുക്കണേ. ഇത് പണ്ട് മുതലേ മഹാരാജാക്കന്മാരും പഴയ ആൾക്കാരും ഉണ്ടാക്കി വെച്ച അമ്പലത്തിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ അതാണോ ആചാരലംഘനം, ഈ കഥയാണോ ആചാരലംഘനം? അതാണ് എൻ്റെ ചോദ്യം. ശരിയാണ്. ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന മോഷണമാണോ, ഇതാണോ ഫിക്ഷൻ ആയിട്ടുള്ള മോഷണമാണോ? എപ്പോഴും കൈകളിൽ ഒരുപാട് ചരടുകളും കുറെ ജപമാലകളൊക്കെ ആയിട്ട് വരുന്നു. എങ്ങനെയാ ദൈവവിശ്വാസത്തെ നിർവചിക്കുക? ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യത്തിൽ പറയാൻ പറ്റും, നമുക്ക് മനുഷ്യരിൽ വിശ്വാസം കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോഴാണ് ദൈവത്തിൽ വിശ്വാസം കൂടുന്നതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റും നമുക്ക്. പിന്നെ ഭക്തി എന്ന് പറഞ്ഞാലും ഒരു ലഹരിയാണ്. ഇപ്പോൾ ഒരാൾ കള്ളുടിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ ലഹരിയാണ്, സീട്ട് വലിക്കണ ഒരു ലഹരിയാണ്, എഴുത്ത് ലഹരിയാണ്, താങ്കൾക്ക് ന്യൂസ് കവറേജ് ഒരു ലഹരിയാണ്. അതുപോലെ എനിക്ക് ഭക്തി ഒരു ലഹരിയാണ്. കാര്യം കൊച്ചിലെ മുതൽ എൻ്റെ അമ്മമ്മ എന്ന് ഈ ആശ്രമത്തിൽ കൊണ്ടുവരുമായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അതൊക്കെ വന്ന് ശീലിച്ച് അവിടുത്തെ ഭജനകൾ കേട്ടും സഹസ്രനാമങ്ങൾ ഇവർ പറയുന്ന മുഴുവൻ കാണാതെ പഠിച്ചു. കൊച്ചിലെ തന്നെ നമ്മൾ കാണാതെ പഠിച്ചു പോവുകയാണ് ചൊല്ലുന്ന കേട്ടും.
അങ്ങനെ വന്നപ്പോൾ അതിലൊരു ലഹരി തോന്നും, ഉം, ഭക്തി. ഉം, ഉം, ഉം. അങ്ങനെ വന്നതാണ് അത്. പിന്നെ ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഉം. നമുക്ക് കാണാത്തൊരു സാധനം നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് പ്രീ ഹിസ്റ്റോറിക് നമ്മൾ ഡൈനോസറസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉം. നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? കാര്യം എന്ന് വെച്ചാൽ ബാക്കി തെളിവുകളുണ്ട്. ഉം, ഉം, ഇപ്പം ഉം. ദൈവമുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ഓരോ വർഷം സെഞ്ചുറീസ് പിന്നിട്ട് പോകുമ്പോഴത്തേക്ക് ചില ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ രാജാക്കന്മാർ അന്ന് ഉണ്ടായിരുന്നു. ഉം. അത് ദൈവിക ശക്തി ഉള്ളവരായിരിക്കാം. കാര്യം ചിലർക്ക് ഈ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടാവാം. ഇപ്പോഴും നമ്മുടെ ഋഷിവര്യന്മാരില്ലേ ഹിമാലയത്തിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. എന്തോ ഒരു സ്പിരിറ്റ് ഉണ്ട് ഉം. നമ്മളെ ഗവേൺ ചെയ്യുന്നത്. ഉം. അതിനെ നമ്മൾ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മൾ ആരാധിക്കും. ശക്തിക്ക് വേണ്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭദ്രകാളിയോ ഹനുമാനെയോ ഒക്കെ ശക്തിക്ക് വേണ്ടെന്ന് പറയും. മനസ്സമാധാനം വേണമെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അടുത്തെന്ന് പറയും. അതായത് നമ്മൾ ഓരോ ഇതിനനുസരിച്ച് നമ്മൾ ഓരോ ഭാവങ്ങളെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് വിഗ്രഹമാക്കി വെച്ചിരിക്കുന്നത്. നമുക്കൊരു കോൺസെൻട്രേഷന് വേണ്ടിയാണ്. ഇപ്പം നിങ്ങളുടെ അടുത്തിരുന്ന് ഇങ്ങനെ ധ്യാനിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കും. കുറേ കഴിയുമ്പോൾ നമ്മുടെ എൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുന്നു, മറ്റേ എടുത്തു വെച്ചോ അവിടെ, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഒരു വിഗ്രഹത്തിലോ ഇല്ല നോക്കിയിട്ടാണ് ഞാൻ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് കോൺസെൻട്രേഷൻ അവിടെ കൂടും, ഭഗവാനിൽ മാത്രം നിൽക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഉം. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.